ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടിയുടെ എൻജിൻ വർക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. എൻജിൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മളിത് വർക്ക് ചെയ്തേക്കുന്നത് 1 ഇയർ വാറണ്ടി, 1 വർഷത്തെ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്തേക്കണേ. അപ്പോൾ ആ ചെയ്ത വർക്കിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ മാറ്റിയേക്കണ പാർട്സിൻ്റെയും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഞാൻ അതിനകത്ത് ഈ വീഡിയോ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓയിൽ തീർന്നിട്ടാണ് വണ്ടി ഓടി പിസ്റ്റൺ പിടിച്ചിട്ടായിരുന്നു കംപ്ലൈൻറ്റ് വന്നിരുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് റിപ്പയറിങ് വരാം ഫയറിങ്ങിൻ്റെ ഭാഗമാണ്. നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ എൻജിൻ 3 പാർട്ടായിട്ട് തിരിക്കാം. കാരണം ഞാൻ ഫയറിങ് നടക്കുന്ന ഭാഗം സിലിണ്ടർ, പിസ്റ്റൺ, ഹെഡ്, വാൽവൊക്കെ വരുന്നത് ഒരു സെക്ഷനാണ്. രണ്ടാമത് വരുന്നത് CVT ക്ലച്ചാണ്. ഈ ഭാഗമാണ് CVT ക്ലച്ച് എന്ന് പറയാം. രണ്ടാമത് വരുന്നത് CVT ക്ലച്ചാണ്. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ ഗിയർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അതായത് വീലടക്കം വരുന്ന ഗിയർ വീലുകൾ വരുന്ന ആ യൂണിറ്റ് അടങ്ങുന്ന ഭാഗമാണ് ഗിയർ ട്രാൻസ്മിഷൻ വരുന്ന ഐറ്റം. അങ്ങനെ 3 പാർട്ടായിട്ടാണ് നമുക്ക് വരാം. അതിനകത്ത് നമുക്ക് 2 ഭാഗമാണ് നമ്മൾ റിപ്പയർ ചെയ്തിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഹെഡിൻ്റെ ഭാഗം റെഡിയാക്കിയിട്ടുണ്ട്, ക്ലച്ചിൻ്റെ ഭാഗം റെഡിയാക്കിയിട്ടുണ്ട്. ഗിയർ ബോക്സിൻ്റെ ഭാഗം നമ്മൾ ഓയിൽ മാത്രമാണ് മാറ്റിയിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ഓയിൽ വലിയ പഴക്കമുണ്ടായില്ല. പക്ഷേ എന്നാൽ പോലും കൂട്ടത്തിൽ കൂടെ മാറ്റിയതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിലവിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലും അതിനകത്ത് അഴുക്കിൻ്റെ പ്രസൻസൊക്കെ എന്തെങ്കിലും ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിൽ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ പിന്നീട് അത് ദോഷമായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഗിയർ ഓയിൽ പുതിയതാണെങ്കിൽ കൂടി അതിനകത്ത് മാറ്റി നമ്മൾ റീഫില്ല് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഗിയർ വീലിൻ്റെ ഭാഗമായി ഗിയർ ബോക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ വേറെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. അതായത് ഗിയർ വീലിൻ്റെ ശരിക്കും അതുമായി ബന്ധപ്പെട്ട് വരാമെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ അതിൻ്റെ ബെയറിങ്, ഓയിൽ സീൽ കാര്യങ്ങളൊക്കെയാണ് വരാം, സാധാരണ കംപ്ലയിൻറ്റ്സ് വരാറ്. അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ക്ലച്ചിൻ്റെ ഭാഗവും ഈ പറയുന്ന സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിനകത്ത് സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ മാറ്റിയേക്കുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്രാങ്ക് ഷാഫ്റ്റ് കണക്ടർ റോഡ് കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റിയേക്കുന്നത്. സിലിണ്ടറിൻ്റെ കേസ് ഇത് പിസ്റ്റണാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ. ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡുമ്പോൾ കണക്ട് ചെയ്തതാണ് ഈ പിസ്റ്റണും സിലിണ്ടറും ഫുള്ള് നല്ല രീതിയിൽ കംപ്ലൈൻറ്റ് വന്ന് തീർന്നു പോയിരുന്നു. അതായത് നല്ലോണം തേയ്മാനം വന്ന് കംപ്രഷൻ പോലും ഒരു രീതിയിലും നിൽക്കാത്തൊരു കണ്ടീഷനാണ് വണ്ടി കയറ്റി കൊണ്ടുവന്നാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരുന്നു, കിക്കർ പോലും പിടിക്കുന്നുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടാണ് സിലിണ്ടർ പിസ്റ്റൺ കാര്യങ്ങൾ നമ്മൾ മാറ്റിയിട്ടാണ് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് എഞ്ചിൻ ഹെഡിനകത്ത് വരുന്ന വാൽവ് മാറ്റിയിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ടൈമിങ് ചെയ്തുകൊണ്ട് ആ ചെറിയ ചെയിൻ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഓയിൽ സീൽ ഐറ്റംസൊക്കെ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങടേക്കുള്ള ഭാഗം നമ്മൾ പക്കാ ക്ലിയർ ആയിട്ട് പാർട്സുകൾ മാറ്റി തന്നെയാണ് ക്ലിയർ ചെയ്തത്. ക്ലച്ചിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിൽ നമുക്ക് 1-2 ഡാമേജുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ഈ വേരിയേറ്റർ ബോഡി എന്ന് പറഞ്ഞാൽ ഈ ഐറ്റം പോയിട്ടുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് അതിൻ്റെ ബോസ് ഡ്രൈവ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഈ റോളർ സെറ്റ് 6 റോളറുകൾ കംപ്ലൈൻറ്റ് ഉണ്ടായി. അപ്പോൾ ആ ഐറ്റംസ് മാറ്റി ബാക്കിലത്തെ ക്ലച്ച് പുള്ളിയുടെ ഭാഗം വരെ അഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ പിന്നുകൾ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലച്ചിൽ വേറെ കംപ്ലയിൻറ്റ്സ് ഇപ്പോൾ നിലവിലില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കിടക്കുന്ന ബെൽറ്റ് ഒറിജിനൽ ബെൽറ്റ് അല്ല. പക്ഷേ എന്നാൽ പോലും നിലവിൽ ഇപ്പോൾ അതിന് കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അത് മാറ്റിയിട്ടില്ല. ഇപ്പോൾ കിടക്കുന്നത് പഴയ ബെൽറ്റ് തന്നെയാണ് ഇട്ടേക്കണത്. അതങ്ങനെ ചെയ്തേക്കണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് 3 മാസം കൂടുന്ന ആദ്യത്തെ 1 മാസത്തിൽ നമ്മൾ വാറണ്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഫസ്റ്റിലത്തെ ഫിൽട്ടർ ക്ലീനിങ് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോഴാണ് ഫസ്റ്റ് സർവീസ് വരാം. അതായത് എഞ്ചിൻ വർക്ക് കഴിഞ്ഞ് പോകണം അന്ന് തുടങ്ങി കൂട്ടുകയാണെങ്കിൽ 4-ാം മാസമാണ് നമുക്ക് അതിൻ്റെ പീരിയോഡിക് സർവീസ് വരാം. പിന്നെ വരുന്നത് 8-ാം മാസമാണ് സെക്കൻഡ് സർവീസ് വരാം. പിന്നെ വരുന്നത് 12-ാമത്തെ മാസം, അതായത് 1 വർഷം തികയുമ്പോഴാണ് തേർഡ് സർവീസ് വരാം. ഇത് 3 സർവീസ് വാറണ്ടി പീരീഡിൽ വരുന്നുണ്ട്. അതിന് മുമ്പ് 1 മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട് അതിൻ്റെ ഫിൽട്ടർ കാര്യങ്ങൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എഞ്ചിൻ്റെ പെർഫോമൻസ് നമ്മൾ വീണ്ടും ഒന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. വല്ല ഓയിൽ ലീക്കേജ് കാര്യങ്ങളുണ്ടോ, ടാപ്പറ്റ് അഡ്ജസ്റ്റിങ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, കാർബറേറ്റർ ട്യൂണിംഗ് ഉണ്ടോ, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ 1 മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററിനുള്ളിൽ കൊണ്ടുപോകാൻ പറയുന്നത്. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ ബില്ലിൻ്റെ ബാക്കിൽ കറക്റ്റായിട്ട് എഴുതി തന്ന് വിടാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്താലാണ് നമുക്ക് വാറണ്ടി നിലവിൽ കിട്ടുക. വാറണ്ടി എന്ന് പറഞ്ഞാൽ 1 വർഷമാണ്. 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ ഏതാണോ ഫസ്റ്റ് വരുന്നത് അതാണ് അതിൻ്റെ വാറണ്ടി കാലാവധി എന്ന് പറയുന്നത്. ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ 1 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷമായാലും 12,000 കിലോമീറ്റർ ഓടാത്ത വണ്ടികളുണ്ട്. നേരെ മറിച്ച് 3-4 മാസം കൊണ്ട് അടക്കുക അല്ലെങ്കിൽ 5-6 മാസം കൊണ്ട് തന്നെ 12,000 കിലോമീറ്റർ കവർ ചെയ്ത് പോകുന്ന വണ്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1 വർഷം അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ എന്ന് പറയുന്നതിൻ്റെ കാരണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സർവീസ് നമുക്ക് 4 മാസം കൂടുമ്പോൾ ചെയ്താൽ മതി. ഓരോ 4 മാസം കൂടുമ്പോഴാണ് പീരിയോഡിക് സർവീസ്. അപ്പോൾ 3 സർവീസ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. വാറണ്ടി പീരീഡിലുള്ളതാണ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവണം. അതും പെയ്ഡ് സർവീസാണ്, ഫ്രീ സർവീസല്ല. നമ്മൾ പൈസ കൊടുത്ത് തന്നെ ചെയ്യണത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റിലത്തെ ഫിൽട്ടർ ക്ലീനിങ്, ഓയിൽ അതും നമുക്ക് പെയ്ഡാണ് നിലവിൽ. അത് 1 മാസം കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തോണം. നമ്മളിപ്പോൾ പുതിയ വണ്ടി എടുക്കുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു കമ്പനിയിൽ നിന്ന് പറഞ്ഞ് തന്നു വിടാറുണ്ട്. ആദ്യത്തെ 1 മാസം കഴിയുമ്പോൾ ഫസ്റ്റ് സർവീസ്, അല്ലെങ്കിൽ ഇത്ര മാസം കഴിയുമ്പോൾ സെക്കൻഡ് സർവീസ്. അതേ രീതി തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ കറക്റ്റ് ആണെങ്കിലാണ് നമുക്ക് ഈ വാറണ്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ കിട്ടുള്ളൂ. 99% വരില്ല. പക്ഷെ എന്നാൽ പോലും ബൈ ചാൻസ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വന്നുകൂടായികയില്ല. നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കണം.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സർവീസിൻ്റെ ഹിസ്റ്ററി കൃത്യമാണെങ്കിൽ മാത്രമാണ് നമുക്കത് വാറണ്ടിയുമായി ബന്ധപ്പെട്ട് കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. നേരെ മറിച്ച് കറക്റ്റ് സർവീസ് ചെയ്യാതെ കൊണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ വാറണ്ടിയുടെ കേസ് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഹോണ്ട കമ്പനി തരുന്നതൊന്നുമല്ല, നമ്മളുടെ സർവീസ് ഹിസ്റ്ററി കറക്റ്റ് ആണെങ്കിൽ മാസ് മോട്ടോഴ്സിൽ തന്നെ വാറണ്ടി ആണ് കേട്ടോ. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. നമുക്ക് തരാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് കസ്റ്റമറുടെ ഭാഗത്തുനിന്നും കറക്റ്റായിട്ട് സപ്പോർട്ട് നല്ല രീതിയിൽ അത് ശ്രദ്ധിച്ചാൽ മാത്രമാണ് വാറണ്ടി കിട്ടുള്ളൂ. അതല്ലാതെ കംപ്ലയിൻസോ എന്തെങ്കിലും വന്നാലും നമുക്ക് വാറണ്ടി ലഭിക്കുന്നതല്ല. അത് ഡീറ്റെയിൽസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഇട്ടേക്കാം. അതേപോലെ തന്നെ ബില്ലിനകത്തും എഴുതി തന്നേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് സേവ് ചെയ്ത് വയ്ക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തിട്ട് ഇന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞത്. പിന്നീട് അതിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്നും ആ രീതിയിൽ നോക്കി നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഞാൻ പിന്നെ വണ്ടിക്ക് കയറ്റാനുണ്ട്. പിന്നെ അതിൻ്റെ അത്യാവശ്യം വണ്ടി എഞ്ചിനൊന്ന് ടെസ്റ്റ് ഡ്രൈവിലേക്ക് ഇടാനുണ്ട്, ഓടിക്കാനുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ആയതിന് ശേഷം കോൺടാക്ട് ചെയ്തോളാം. വർക്കിപ്പോൾ എന്തെങ്കിലും എഞ്ചിൻ്റെ ഭാഗത്തുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വണ്ടിമേക്ക് കയറ്റണം. ഇനി ബാക്കിയത്തെ അത്യാവശ്യം മെയിൻ്റനൻസുകൾ നമുക്ക് വണ്ടിയുമേ ഉണ്ട്. അതുകൂടി ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ വണ്ടി ബില്ലാക്കിയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് വാട്സാപ്പിലേക്ക് തന്നെ ഇട്ടേക്കാം കേട്ടോ.